ലക്ഷക്കണക്കിന് ആളുകൾ ചെയ്ത 12,000 ബിസ്മിയുടെ പ്രസിദ്ധമായ അമല്, നമ്മുടെ ഈ മജ്ലിസിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്തൊരു അമൽ അതായിരിക്കും. 12,000 ബിസ്മിയുടെ ആ പ്രസിദ്ധമായ അമല് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു. പതിനായിരങ്ങൾ ആ അമലുകൾ ജീവിതത്തിലെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയും ചെയ്തു. ആയിരങ്ങൾക്കതിൻ്റെ റിസൾട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും നൂറുകണക്കിന് മെസ്സേജുകളാണ് 12,000 ബിസ്മിയുമായി ബന്ധപ്പെട്ട് മാത്രം പറയാൻ വേണ്ടി, അതിനെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടി എഴുതുന്നതും വിളിക്കുന്നതൊക്കെ. 12,000 ബിസ്മിയുടെ അമല് ചെയ്ത ഒരാൾക്കും ആത്മാർത്ഥമായി ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ അനുഭവം ലഭിക്കാതിരുന്നിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ അനുഗ്രഹങ്ങൾ ഈ അമല് ചെയ്യുന്നതിലൂടെ പലർക്കും നൽകിയിട്ടുണ്ട്. ആ 12,000 ബിസ്മിയുടെ അമലുമായി ബന്ധപ്പെട്ട് പല ആളുകളും ഉസ്താദ് അതിനെക്കുറിച്ച് ഒന്നുകൂടെ പറയണം എന്ന് പലപ്പോഴും പറയാറുണ്ട്. പല ആളുകളും പല വീഡിയോസുകളും പഴയ വീഡിയോസുകൾ കണ്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് ഒരു തവണയും കൂടെ അതുമായി ബന്ധപ്പെട്ട ചില പുതിയ അറിവുകൾ കൂടെ ഉൾപ്പെടുത്തിയിട്ട് 12,000 ബിസ്മിയുടെ ആ പ്രസിദ്ധമായ അമല് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ലഭിച്ചത്, എന്തുകൊണ്ടത് ലക്ഷക്കണക്കിന് ആളുകൾ കാണാനിടയായി, വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി അന്വേഷിച്ച് നടന്നിരുന്ന എത്രയോ ആളുകൾക്ക് ജോലി ലഭിക്കാൻ കാരണമായ അതിവിശിഷ്ടമായ ആ അമല് ഇൻഷാ അള്ളാഹ് നമ്മൾ വിശദീകരിക്കുകയാണ്. വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നാം അനുഭവിക്കുന്ന ഏതേതു പ്രതിസന്ധികളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, അതിൽ നിന്നെല്ലാം നമുക്ക് വലിയ രക്ഷയും മോചനവും ഒക്കെ നൽകി നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. വേഗം വിളിച്ച് ബുക്ക് ചെയ്താലാണ് ലഭിക്കുക. വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ഫുള്ളാകുന്നത് കൊണ്ട് നേരത്തെ വിളിക്കുന്നവർക്കാണ് ലഭിക്കുക. ദൂരസ്ഥലങ്ങളിലുള്ളവരൊക്കെ തിരിച്ചു പോകാനുള്ള സൗകര്യങ്ങളും സമയങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വിളിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറിലേക്ക് സാധുക്കളായ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 12,000 ബിസ്മിയുടെ അമലിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമ്മളിത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു അമലാണ്. അതിൽ നിരവധി ആളുകൾ ഈ അമല് നമ്മൾ ഒരുപാട് കാലം മുമ്പേ പലർക്കും പറഞ്ഞു കൊടുക്കുന്നതാണ് 12,000 ബിസ്മിയുടെ അമല്. പക്ഷെ നമ്മൾ വീഡിയോയായി ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളൂ. 1 വർഷമോ 2 വർഷത്തിൻ്റെ ഇടയ്ക്കാണ് അത് ചെയ്യുന്നത്. അത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും പതിനായിരങ്ങൾ അതിൻ്റെ അമല് ചെയ്യുകയും ചെയ്തു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ ഖുദ്റത്ത്, അതാ ബിസ്മിയുടെ മഹത്താണ് കേട്ടോ. അള്ളാഹുവിൻ്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് അവർക്ക് ലഭിച്ച നേട്ടങ്ങൾ, ഇന്നും എനിക്ക് അതിൻ്റെ റിസൾട്ട് ലഭിച്ച അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുക ചെയ്തിട്ടുണ്ട്. ഇവിടെ നേരിട്ട് കൺസൾട്ടേഷന് വേണ്ടി വരുന്നവരിലെ ഒരു 4-5 ആളുകൾ ഇതിൻ്റെ റിസൾട്ട് മാത്രം പറയാൻ വേണ്ടി വരുന്നവരുണ്ട്. അൽഹംദുലില്ലാ, അതാ ബിസ്മിയുടെ മഹത്വം തന്നെയാണ്. നമ്മൾ ആ ബിസ്മി കൊണ്ട് അമല് ചെയ്യുമ്പോൾ, ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ, എത്രയോ ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ജോലിയില്ലാതെ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ജോലിയായത് 12,000 ബിസ്മിയുടെ അമല് കൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മെ ഒരാൾ വിളിച്ചതാണ്. അങ്ങനെ അവർ 12,000 ബിസ്മിയുടെ അമല് ചെയ്യുകയും അവർ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു എന്നറിയിച്ചു. അതേപോലെ തന്നെ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് മക്കളില്ലാതെ പ്രയാസപ്പെട്ടിരുന്ന കുടുംബങ്ങൾ, അവർക്ക് 12,000 ബിസ്മിയുടെ മഹത്വം കൊണ്ട്, അവർക്കതിൻ്റെ ആ ബിസ്മിയുടെ അമല് ചെയ്ത കാരണം കൊണ്ട് അവർക്ക് മക്കളായ അനുഭവം, വീടില്ലാത്തവർക്ക് വീടുണ്ടായ അനുഭവം, രോഗം മാറിയ അനുഭവം, പല അനുഭവങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് ഒരു ചെറുപ്പക്കാരനെ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള രോഗം, അത് മാറിയത് 12,000 ബിസ്മിയുടെ ആ അമല് ചെയ്തതിന് ശേഷമാണെന്ന് അവർ നമ്മെ അറിയിച്ചപ്പോൾ അൽഹംദുലില്ലാ വലിയ സന്തോഷമായി. കാരണം ഇത്രയും ആളുകൾ ഈ അമല് ചെയ്തപ്പോൾ അവർക്ക് റിസൾട്ട് ലഭിക്കുന്നുണ്ടല്ലോ എന്നാലോചിച്ച് ഇന്നും ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ അതിൻ്റെ അനുഭവങ്ങൾ പറയാൻ വേണ്ടി മാത്രം അറിയിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ഈ 12,000 ബിസ്മിയുടെ അമല് ആരെങ്കിലും ചെയ്യാത്തതുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ അത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ആ അമലിലൂടെ പൂർത്തീകരിക്കാനുള്ള വലിയ ഹദ്ദ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ അമലിനെ കുറിച്ച് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബിസ്മിയെക്കുറിച്ച്, ഞാൻ ഈ അമല് പറയുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആ ബിസ്മിയെക്കുറിച്ച് ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്.
എന്തിനാണ് ഇത് വിശദീകരിക്കുന്നത് ചോദിച്ചാൽ, ആ 12,000 ബിസ്മിയുടെ ആ അമൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ റിസൾട്ട് ലഭിക്കാൻ ആത്മാർത്ഥത വേണമെന്നുള്ളതാണ്. ആ ആത്മാർത്ഥത ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി കേട്ടു നോക്കൂ, എന്നിട്ട് ചെയ്തു നോക്കൂ. നല്ല ആത്മാർത്ഥതയോടുകൂടെ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ അത്ര വിശദീകരിക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കലം ആദ്യമായി എഴുതിയത് ബിസ്മിയാണ്. കലം ആദ്യമായിട്ട് എഴുതിയത് ബിസ്മിയാണ്. നിങ്ങൾ എന്തെഴുതുന്ന സമയത്തും ആദ്യം ബിസ്മി എഴുതുവിൻ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എഴുതിയാൽ അത് വായിക്കുകയും ചെയ്യുവിൻ. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ ന്യൂനതയൊന്നും കൂടാതെ ബിസ്മി പൂർണ്ണമായി എഴുതിയാൽ അയാൾക്ക് അല്ലാഹു 10 ലക്ഷം പുണ്യം രേഖപ്പെടുത്തും. 10 ലക്ഷം പാപങ്ങൾ അല്ലാഹു മായ്ച്ചു കളയുന്നതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതാണ്, ന്യൂനതയൊന്നും കൂടാതെ ഒരാൾ ഒരു തവണ ബിസ്മി എഴുതി കഴിഞ്ഞാൽ, പൂർണ്ണമായി എഴുതിയാൽ അവർക്ക് ലഭിക്കുന്ന ഗുണമാണ് പറഞ്ഞത്, ഫലമാണ് പറഞ്ഞത്. ബിസ്മിയെ ആരെങ്കിലും ആദരിച്ചുകൊണ്ട് വളരെ നന്നാക്കിയിട്ടത് എഴുതി, അത് ഒരാൾ വളരെ നന്നാക്കി എഴുതിയാൽ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ബിസ്മി എഴുതിയ കടലാസ് നിലത്ത് കിടക്കുന്നത് കണ്ട് ആദരവോടുകൂടെ അതെടുത്ത് മറ്റാളുകൾ ചവിട്ടുന്നതിൽ നിന്നും അപമാനിക്കുന്നതിൽ നിന്നും രക്ഷിച്ചു എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സിദ്ദീഖുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും, പട്ടികയിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. ഒരാൾ ബിസ്മി എഴുതുന്നത് കണ്ടപ്പോൾ മഹാനരായ അലിയാർ തങ്ങൾ പറഞ്ഞു, അത് നന്നാക്കി എഴുതിക്കൊള്ളണം. ബിസ്മി ഒരാൾ നന്നാക്കി എഴുതിയാൽ അയാളുടെ പാപങ്ങൾ പൊറുക്കും. ബിസ്മി നന്നാക്കി എഴുതുന്നവൻ്റെ മുഖം പ്രസന്നമായി തീരും. 4 സൂറത്തിനകത്തുള്ള ബിസ്മി അവതരിപ്പിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ബിസ്മി നിങ്ങൾ സന്ദേശം, ഇത് വളരെ മഹത്വമുള്ള ഒരു വാക്യമാണ് ബിസ്മി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ആദരവോടുകൂടെയാണ് അതിനോട് പെരുമാറേണ്ടത്. ഖുർആനിലെ ഓരോ സൂറത്തും, നിങ്ങൾ ബിസ്മിയുടെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ഖുർആനിലെ ഓരോ സൂറത്തും തുടങ്ങുന്നത് ബിസ്മി കൊണ്ടാണ്. ഇതൊരു വലിയ ബഹുമതിയാണ്. ബിസ്മിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടത്തോടു കൂടെ പറയേണ്ടത് ഓരോ സൂറത്തും തുടങ്ങുന്നത് ബിസ്മി കൊണ്ടാണ്. ബിസ്മി ഒരു കടലാസിൽ 21 തവണ എഴുതിയിട്ട് അത് എഴുതി വെച്ചാൽ ഉറക്കത്തിൽ ഞെട്ടിയുണരുന്ന കുട്ടികൾക്ക് ആ എഴുതിയത് കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മോചനം ലഭിക്കുന്നതാണ്. ഏത് കുട്ടിക്ക് ഈ എഴുതിയത് കെട്ടിക്കൊടുത്താലും 21 തവണ എഴുതിയത് കെട്ടിക്കൊടുത്താൽ ആഫത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും വലിയ രക്ഷ ലഭിക്കും എന്നുള്ളതാണ്. ആരെങ്കിലും ബിസ്മി 35 പ്രാവശ്യം അത് എഴുതി വീട്ടിൽ കെട്ടിയാൽ അങ്ങോട്ടേക്ക് ജിന്നിൻ്റെ ശൈത്വാനീയത്തിൻ്റെ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകൂല. അവിടെ ബറക്കത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അവൻ്റെ ജോലിയിൽ, അവൻ്റെ സമ്പത്തിലൊക്കെ വലിയ അഭിവൃദ്ധി ഉണ്ടാകും. യാതൊരു ദ്രോഹവും ഫലിക്കില്ല. അതൊരു നമ്മൾ കച്ചവടം ചെയ്യുന്ന നമ്മുടെ പീടികയിൽ, നമ്മുടെ ഷോപ്പിലൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ലാഭം വർദ്ധിക്കും. അസൂയക്കാരൊക്കെ അവരുടെ വാക്കുകളെ തൊട്ട്, അവരുടെ ചിന്തകളെ തൊട്ട്, അവരുടെ പ്രവർത്തനങ്ങളെ തൊട്ട് അതിനെ തൊട്ടൊക്കെ വലിയ ഹിഫ്ള് ലഭിക്കാൻ കാരണമാകുമെന്നുള്ളതാണ്. നമുക്കൊക്കെ അറിയാം, നമ്മൾ മുഹറം മാസം വരുന്ന സമയത്ത് ബിസ്മി 113 പ്രാവശ്യം എഴുതി അത് ചുമന്ന് നടന്നാൽ അതിന് ആ ആൾക്ക് അനിഷ്ടകരമായി യാതൊന്നും ആ വർഷത്തിൽ സംഭവിക്കൂല. അയാളുടെ വീട്ടുകാരും അവർക്ക് ആയുഷ്കാലം മുഴുവനും സുരക്ഷിതരായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊക്കെ എഴുതി വെച്ചതാണല്ലേ. ഒരു വെള്ളക്കടലാസിൽ 1000 വട്ടം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി അവനവൻ തന്നെ ചുമന്ന് നടക്കുകയാണെങ്കിൽ ശത്രുക്കൾ അവനെ കണ്ടു ഭയന്നു വിറക്കും എന്നുള്ളതാണ്. മിത്രങ്ങളുടെ സ്നേഹം കരകവിഞ്ഞൊഴുകുകയും ചെയ്യും. ജനങ്ങളെല്ലാം അയാൾ ആദരിക്കും. അഭിവൃദ്ധിയുടെ കവാടങ്ങൾ അല്ലാഹു അവന് തുറന്നു കൊടുക്കുന്നതാണ്. എന്നും അയാൾ നന്മയിലും സുരക്ഷിതത്തിലുമായിരിക്കുമെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ബിസ്മി ആരെങ്കിലും 70 പ്രാവശ്യം എഴുതി അത് കഫം പുടവയിൽ വെച്ചാൽ ആ മയ്യത്തിന് ഖബറിൽ ശിക്ഷയുണ്ടാകുകയില്ല. മുങ്കർ നക്കീർ അലൈഹിമുസ്സലാം അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ കേൾക്കുന്നതും കേട്ടതും കേൾക്കാത്തതൊക്കെ ധാരാളം ഉണ്ടാകും. ഓരോ അറിവും അത് കൃത്യമായി എഴുതി വെക്കുക. ഈ കേൾക്കുന്നത് അങ്ങനെ കേട്ടങ്ങ് പോവും അല്ലേ. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അറിവ് പുതിയതായി കേൾക്കുന്നതൊക്കെ ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. ബിസ്മി ഒരു ഈയത്തകിടിൽ എഴുതിയിട്ട് 3 വട്ടം എഴുതണം. അത് എഴുതിയിട്ട് അത് വലയിൽ കെട്ടി
അതുകൊണ്ട് മത്സ്യം പിടിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ 4 ഭാഗത്തു നിന്നും കൂട്ടം കൂട്ടമായി ആ വല വന്ന് നിറയും എന്നുള്ളതും ഒരിക്കലും താൻ വിചാരിക്കാത്ത അത്ര മത്സ്യം അയാൾക്ക് ലഭിക്കുമെന്നുള്ളതൊക്കെ കാണാം. അതുകൊണ്ട് തന്നെ ബിസ്മിയുടെ മഹത്വങ്ങൾ പറയുമ്പോൾ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. നമുക്കറിയാം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ആദ്യം ഇറക്കിക്കൊടുത്തത് ബിസ്മിയയാണ്. നമ്മൾ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. ആദം നബിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് ഇറക്കിക്കൊടുത്തത് ബിസ്മിയയാണ്. പിന്നീട് ആ ബിസ്മി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉരുവിട്ട് കൊണ്ടിരുന്നു. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബ സ്വീകരിച്ചു. അല്ലേ? നമുക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ബിസ്മിയുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. പിന്നീട് ആ ബിസ്മി ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് അവതീർണമാകുന്നത്. കപ്പലിൻ്റെ സ്റ്റാർട്ടിങ്ങും അതിൻ്റെ സ്റ്റോപ്പിങ്ങും എല്ലാം അത് നിന്നതൊക്കെ ബിസ്മി കൊണ്ടായിരുന്നു. കപ്പലിൽ വെച്ച് നിരന്തരം വീണ്ടും ബിസ്മി ചൊല്ലിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ജൂതി പർവ്വതത്തിൽ ആ കപ്പൽ അത് നങ്കൂരമിടുന്നത്. അല്ലേ? അവിടെയാണല്ലോ അത് ജൂതി പർവ്വതത്തിലാണല്ലോ അത് എത്തിയത്. വീണ്ടും ബിസ്മി ആകാശത്തേക്ക് ഉയർന്നു. പിന്നീട് ബിസ്മി അവതരിച്ചത് മഹാനരായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്രൂദ് എന്ന ധിക്കാരി തെറ്റുവില്ലിൽ വെച്ച് അഗ്നികുണ്ഡത്തിലേക്ക് എയ്തുവിട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിസ്മി ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ തീ തണുപ്പും രക്ഷയുമൊക്കെയായി മാറി. അല്ലേ? ചന്ദനച്ചാറ് പോലെ കുളിരായി മാറി എന്നൊക്കെ കാണാം. തുടർന്ന് ബിസ്മി ആകാശത്തേക്ക് ഉയർന്നു. പിന്നീട് അത് അവതരിക്കുന്നത് മഹാനരായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. ഫിർഔനും പടയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൂട്ടരെയും വല്ലാതെ ആക്രമിച്ചപ്പോൾ ബിസ്മി ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ചെങ്കടൽ കടന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂട്ടരും രക്ഷപ്പെടുമ്പോൾ അവരെ കൊല്ലാൻ ചെന്ന ഫിർഔൻ, ആ ഫിർഔനെ തിരമാല വിഴുങ്ങിയതൊക്കെ നമുക്കറിയാം. ബിസ്മി വീണ്ടും ആകാശത്തേക്ക് ഉയർന്നു. വീണ്ടും അത് അവതരിച്ചത് മഹാനരായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. അത് ഉരുവിട്ടുകൊണ്ടിരുന്നു. അള്ളാഹു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനുഷ്യരെയും ജിന്നുകളെയും പക്ഷിമൃഗാദികളെയും കാറ്റിനെയും മറ്റുമൊക്കെ കീഴ്പ്പെടുത്തി കൊടുത്തു. അങ്ങനെ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ കീഴടങ്ങാത്ത ഒന്നും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായിരുന്നില്ല. പിന്നെയും അത് ഉയർന്നു. വീണ്ടും അത് അവതരിച്ചത് റൂഹുല്ലാഹി ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. ജന്മനാ കുരുടരും കുഷ്ഠരോഗവുമൊക്കെ ബാധിച്ച മാറാവ്യാധികളുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് സുഖപ്പെടുത്തിയിരുന്നത് ബിസ്മി ചൊല്ലിയിട്ടാണ്. പിന്നെ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ മയ്യത്തുകൾ ജീവിക്കാൻ തുടങ്ങി, എഴുന്നേറ്റിൽ നിന്ന്. പിന്നെയും ആ ഒരു വലിയ അത്ഭുതങ്ങളൊക്കെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചത് ബിസ്മി കൊണ്ടായിരുന്നു. പിന്നെ അത് ഉയർത്തി. പിന്നെ അത് അവതരിക്കുന്നത് ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരായ റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നമ്മുടെ നേതാവ് ഹബീബായ തങ്ങളിലേക്കാണ്. ലോകജേതാവായി മാറിയതു തന്നെ ആ ബിസ്മി ചൊല്ലിക്കൊണ്ടാണ്. ആ ബിസ്മിയെക്കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര തവണയാ നമ്മോട് പറഞ്ഞത്? ഏതു കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലണം. തിന്നുമ്പോൾ, കുടിക്കുമ്പോൾ, ഏതു കാര്യത്തിലും ബിസ്മി ചൊല്ലി തുടങ്ങിയാൽ അത് ബറക്കത്തുണ്ടാകും. ബിസ്മി ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ബറക്കത്ത് നഷ്ടപ്പെടുമെന്നൊക്കെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ബിസ്മി ചൊല്ലിയാൽ ബറക്കത്ത് നേടിയെടുക്കാമെന്ന ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആരെങ്കിലും ബിസ്മി 21 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ പൈശാചിക വിഷമങ്ങളൊന്നും അവനെ ബാധിക്കുകയില്ല, പെട്ടെന്നുള്ള മരണം അവനുണ്ടാവുകയില്ല. ഇങ്ങനെ അവൻ ആ സമയത്ത്, ആ ഉറങ്ങുന്ന സമയത്ത് സുരക്ഷിതനായിരിക്കും എന്നൊക്കെ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. 786 തവണ ഒരു പാത്രത്തിൽ വെള്ളം മന്ത്രിച്ച് ആഗ്രഹിക്കുന്ന ആൾക്ക് കുടിക്കാൻ കൊടുത്താൽ ആ കുടിച്ച വ്യക്തി അപരനെ വല്ലാതെ അങ്ങ് സ്നേഹിച്ചു പോകും. ആ രൂപത്തിൽ ബിസ്മിയുടെ മഹത്വം മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ബിസ്മിയുടെ മഹത്വം പറഞ്ഞാൽ തീരുകയില്ല. അത്രമേൽ ബിസ്മിയുടെ മഹത്വങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ 12,000 ബിസ്മിയുടെ അമലുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ പലതവണ അത് പറഞ്ഞിട്ടുണ്ട്. എന്നുള്ളത് ബിസ്മിയുടെ ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ മുഴുവൻ പേരുകളെ കൊണ്ടും ബറക്കത്ത് സിദ്ധിച്ചവനായ നിലയിൽ ഞാൻ തുടങ്ങുന്നു എന്നാണ് അതിനർത്ഥം. എന്താണ് അതിൻ്റെ അർത്ഥം?
ബിസ്മില്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുഴുവൻ പേരുകളെ കൊണ്ടും ബറക്കത്ത് സിദ്ധിച്ചവനായ നിലയിൽ ഞാൻ തുടങ്ങുന്നു എന്നാണ്. അത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു, പഠിക്കുകയാണെങ്കിൽ പഠിക്കാൻ തുടങ്ങുന്നു, വാഹനം ഓടിക്കുകയാണെങ്കിൽ വാഹനം ഓടിക്കാൻ തുടങ്ങുന്നു, എന്താണെങ്കിലും തുടങ്ങുന്നു എന്ന. അപ്പോൾ അള്ളാ എന്നുള്ള പേരാണ് അവിടെ ഉപയോഗിച്ചതല്ലേ. ഈ അള്ളാ എന്നുള്ള ബിസ്മിയിലെ ഈ പേര് 66 തവണ അത് ഒരു ശുദ്ധമായ പാത്രത്തിൽ എഴുതിയിട്ട് ഏത് രോഗിക്ക് കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാലും ആ രോഗം സുഖപ്പെടുമെന്നുള്ളതാണ്. ജിന്നിനെ പിടിച്ചു കെട്ടാൻ അതിലെ അക്ഷരങ്ങൾ ഒരു നീല തുണിക്കഷ്ണത്തിൽ എഴുതി അതിൻ്റെ ഒരറ്റം കത്തിച്ച് രോഗിക്ക് മണപ്പിച്ചു കഴിഞ്ഞാൽ ജിന്ന് ബന്ധിതനാകുമെന്നുള്ളതാണ്. ജിന്നിനെ വധിക്കാനോ ഇളക്കി പറയാനോ ഒക്കെ ഉദ്ദേശിച്ചാൽ ഇതുകൊണ്ട് മാത്രം സാധിക്കും. നിപുണനായ അഗ്രഗണ്യനായ കഴിവുള്ള ഒരാൾക്കത് മാത്രം മതി എന്നുള്ളതാണ്. മുൻഗാമികളായ ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്, അള്ളാഹ് എന്ന നാമം ശുദ്ധമായൊരു പാത്രം നിറയെ ആവർത്തിച്ച് അതിൽ മുഴുവനും എഴുതി അതിൻ്റെ മായ്ച്ച വെള്ളം അത് ബോധം കെട്ടവന് മേൽ തെളിച്ചു കഴിഞ്ഞാൽ അവന് ബാധിച്ച അവനൊരു പിശാച് ബാധയേറ്റ് ബോധം കെട്ടവനാണെങ്കിൽ ആ പിശാച് കരിഞ്ഞു പോകുമെന്നൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. പാമ്പോ തേളോ ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ ബിസ്മി ഒറ്റ അക്ഷരമാക്കി എഴുതിയിട്ട് സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ എന്ന ആയത്ത് എഴുതി പിന്നെ ആ ജലം കുടിക്കാൻ വേണ്ടി കൊടുത്താൽ ആ തേളോ പാമ്പോ ഒക്കെ കടിച്ച ആ വിഷമങ്ങ് ഇറങ്ങിപ്പോകും എന്നൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അതിൽ കാണുന്ന അള്ളാഹുവിൻ്റെ പേരാണ് അർ റഹ്മാൻ എന്നുള്ള പേര്. അർ റഹ്മാൻ എന്നുള്ള പേര് അത് അർ റഹ്മാൻ എന്ന് എഴുതി അത് 150 പ്രാവശ്യം എഴുതണം. യാ റഹ്മാൻ എന്ന് ചൊല്ലണം. ഒരു തവണ അർ റഹ്മാൻ എന്ന് എഴുതിയിട്ട് 150 പ്രാവശ്യം യാ റഹ്മാൻ എന്ന് ചൊല്ലിയിട്ട് അത് പ്രത്യേകമായിട്ട് കെട്ടുകയും ചുമക്കുകയൊക്കെ ചെയ്താൽ ഒരക്രമിയും നമ്മെ ആക്രമിക്കുകയില്ല എന്നുള്ളതാണ്. അർ റഹീം എന്നുള്ളത് ബിസ്മിയുടെ അവസാന ഭാഗത്ത് കാണുന്ന ഇസ്മ. അത് ഒറ്റാക്ഷരത്തിൽ 280 പ്രാവശ്യം എഴുതി അത് ചുമന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അവനെ ഒരു ആയുധപ്രയോഗങ്ങളും അവനിലെ ഏൽക്കുകയില്ല. നല്ല രൂപത്തിൽ അവന് ഹിഫ്ള് ലഭിക്കും എന്നുള്ളതൊക്കെ കാണാം. തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒറ്റയാക്ഷരമാക്കിയിട്ട് അർ റഹീം എന്നുള്ളത് 21 തവണ എഴുതിയിട്ട് അത് ചുമന്ന് നടന്നാൽ തലവേദന ശിഫയാകും എന്നുള്ളതാണ്. ഒരുപാട് മഹത്വങ്ങൾ ബിസ്മിയുമായി ബന്ധപ്പെട്ട് തന്നെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ മറ്റൊരു സന്ദർഭത്തിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് 12,000 ബിസ്മിയുടെ അമലാണ്. ആ 12,000 ബിസ്മിയുടെ അമൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തലവേദനയുമായി ബന്ധപ്പെട്ട് മാറാത്ത തീരാത്ത മൈഗ്രെയിൻ പോലെയുള്ള തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെയുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ ബിസ്മി കൊണ്ട് വളരെ പ്രസിദ്ധമായൊരു അമലുണ്ട്. അത് ചെയ്തവർക്കൊക്കെ മാറിയിട്ടുണ്ട് എന്ന് കിതാബുകളിൽ മഹാന്മാർ പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു അമലൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് 12,000 ബിസ്മിയുടെ അമൽ നമ്മളത് ചെയ്യേണ്ട കൃത്യമായ രൂപം അത് കിതാബിൽ നിന്ന് വായിക്കാൻ പോവാണ്. ഞാനിത് എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ പറയുന്നതല്ല. അന്നേ ഇത് ഈ കിതാബിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമ്മൾ പറയുന്നത്. മഹാന്മാർ പറയുന്നതായിട്ട് കാണാം. മൻ ഖറഅ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 12,000 മറ. ആരെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 12,000 തവണ ഓതിയാൽ ചൊല്ലിയാൽ ഓരോ 1000-ന് ശേഷവും യുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലണം. വയസ്അലുല്ലാഹ ഹാജതഹു, പിന്നീട് അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യത്തിനെ പറയണം. സുമ്മ യഊദു ഇലൽ ഖിറാഅ, പിന്നീട് അവൻ ആ ഓതുന്നതിലേക്ക് തന്നെ മടങ്ങി വരണം. ഏതുവരെ മടങ്ങി വരണം? 12,000 പൂർത്തിയാകുന്നത് വരെ, അടുത്ത 1000 തുടങ്ങാൻ വേണ്ടിയിട്ട് അവൻ മടങ്ങി വരണം. അങ്ങനെ മടങ്ങി വന്ന് ഓരോ 1000 പൂർത്തിയാകുമ്പോഴും ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് ആവശ്യത്തിന് പറയണം. അപ്പോൾ 1 മുതൽ ബിസ്മി ചൊല്ലി തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 1000 എത്തിക്കഴിഞ്ഞാൽ ഒരു സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് ചൊല്ലിയ ഉടനെ തന്നെ എന്താവശ്യത്തിന് വേണ്ടിയാണോ ചെയ്യുന്നത് ആ ആവശ്യം റബ്ബിനോട് പറയുക. വീണ്ടും 2000 എന്നുള്ള ആ അതത് തുടങ്ങുക. 2000 പൂർത്തിയാക്കി കഴിഞ്ഞാൽ വീണ്ടും ഒരു സ്വലാത്ത് ചൊല്ലുക, ആവശ്യം പറയുക. മൂന്നാമത് വീണ്ടും തുടങ്ങുക 3000-ലേക്ക്. അങ്ങനെ 3000 പൂർത്തിയായി കഴിഞ്ഞാൽ സ്വലാത്ത് ചൊല്ലുക, ആവശ്യം പറയുക. 4000 തുടങ്ങുക, 4000 പൂർത്തിയായി സ്വലാത്ത് ചൊല്ലുക, ആവശ്യം തുടങ്ങുക. ഇങ്ങനെ ഏതുവരെ ചൊല്ലണം? ഇലൻഖിലാഇൽ അദദിൽ മദ്കൂർ,
ഈ പറയപ്പെട്ട എണ്ണം പൂർത്തിയാക്കുന്നത് വരെ ഇങ്ങനെ ചെയ്താൽ ഖുളിയത്ത് ഹാജത്തുഹു ബിഇദ്നില്ലാഹി തആല, അള്ളാഹുവിൻ്റെ ഇതിന് കൊണ്ട് അവൻ്റെ ഏതാഗ്രഹങ്ങളും ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ, ഒരിക്കലും നടക്കുമെന്ന് ഒരാശയുമില്ലാത്ത, ഒരു പ്രതീക്ഷയുമില്ലാത്ത ആ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ പറഞ്ഞപ്പോൾ എത്ര ആളുകൾ ചെയ്തു? ഇനി ഇതിലുള്ളൊരു ഡൗട്ട്, ഇതെല്ലാവർക്കും ചൊല്ലാൻ പറ്റും. ആർക്കൊക്കെ ചൊല്ലാൻ പറ്റും? അശുദ്ധിയുള്ള സമയത്ത് ചൊല്ലാൻ പറ്റും, അങ്ങനെ ചൊല്ലാൻ പറ്റും, ഇങ്ങനെ ചൊല്ലാൻ പറ്റും. ബിസ്മി ഒരു ദിക്റും കൂടെയാണ്, ദിക്റാണെന്ന നെയ്യത്തിൽ അങ്ങനെ ചൊല്ലാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മളിതിൻ്റെ ഇടയിൽ ചൊല്ലുന്നത് സ്വലാത്താണ്. സ്വലാത്ത് എപ്പോഴും ചൊല്ലാവുന്നതാണ്. ഖുർആനല്ലേ നമുക്ക് പറ്റാത്തതുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഏത് സന്ദർഭത്തിലും ഇത് ചൊല്ലാം. ഏറ്റവും നല്ലത് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന, ആഴ്ചയിൽ മടങ്ങി വരുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച രാവിലോ പകലിലോ സ്റ്റാർട്ട് ചെയ്യുക. നല്ല നിയ്യത്ത് മനസ്സിൽ കരുതി അത് ചെയ്യുമ്പോഴും ചെയ്ത് കഴിഞ്ഞാലും ചെയ്യുന്നതിനിടക്കും പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്. പ്രതീക്ഷയോട് കൂടെ തന്നെ ചെയ്യുക. അങ്ങനെ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കൂ. ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട് പതിനായിരങ്ങൾക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് ലഭിച്ച്, ആയിരങ്ങൾക്കതിൻ്റെ റിസൾട്ട് ലഭിച്ച വളരെ പ്രസിദ്ധമേറിയ അമലാണ്. ഇതുവരെ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും അത് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒരൊറ്റത്തവണ നടക്കാതെ പോയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഒരൊറ്റ തവണ ചൊല്ലിയാൽ മതി. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആവശ്യപൂർത്തീകരണത്തിന് ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മജ്ലിസ് കാണുന്ന ആളുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്തത് ഈ 12,000 ബിസ്മിയുടെ അമലായിരിക്കും. ഇനി ഇതിന് താഴെ തന്നെ എത്ര ആളുകൾ അനുഭവം പറയുന്നറിയോ? ഞാനിത് ചെയ്തിട്ട് എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടി, ഞാനിത് ചെയ്തിട്ട് എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടി, ഞാനിത് ചെയ്തിട്ട് എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടി എന്ന് പറയാൻ ഒരുപാട് ആളുകളുണ്ടാകും. കാരണം ഇത് ബിസ്മിയുടെ മഹത്വമാണ്. നമ്മളിതിൻ്റെ തുടക്കത്തിൽ ബിസ്മിയുടെ അത്രമേൽ മഹത്വങ്ങൾ പറഞ്ഞല്ലോ. അത് ആ ബിസ്മി കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. മഹാന്മാരൊക്കെ ബിസ്മി കൊണ്ട് എത്ര വലിയ അനുഗ്രഹങ്ങളാണ് നേടിയെടുത്തത്. നമുക്കും കഴിയും. നമ്മുടെ മക്കൾ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന എത്രയോ ഉമ്മമാർ അവരുടെ മക്കളെ കൊണ്ട് വിഷയങ്ങൾ പറഞ്ഞ് വിളിക്കാറുണ്ട്. നമ്മളവരോട് 12,000 ബിസ്മിൽ അമൽ ചെയ്യാൻ പലപ്പോഴും പറയാറുണ്ട്. പലരും ചെയ്തു, പലർക്കും അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അള്ളാഹു ഇനിയും ധാരാളം അനുഗ്രഹങ്ങൾ, ഫളിലുകൾ, നിഅമത്തുകളൊക്കെ പറയാനുള്ള തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യൂ. ഈ വെള്ളിയാഴ്ച രാവ് തന്നെ തുടങ്ങൂ, അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവ് തുടങ്ങൂ, ഇന്ന് തന്നെ തുടങ്ങൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവർക്കും അതിന് വളരെ ആത്മാർത്ഥമായി ചെയ്യാനുള്ള സമ്മതം നൽകുകയാണ്. നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടത് ചെയ്യുക. നല്ല റിസൾട്ട് ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ദുആ സ്വീകരിക്കണമെങ്കിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യുക. അത് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇത് ചെയ്താൽ ഫലം കിട്ടുമോ കിട്ടൂല എന്ന സംശയത്തോടു കൂടെ ചെയ്യരുത്. ഫലം കിട്ടും എന്ന പ്രതീക്ഷയിൽ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു മുഷിപ്പ് തോന്നാൻ പാടില്ല. ചെയ്ത് കഴിഞ്ഞാലോ, ഞാനത് ചെയ്തല്ലോ, എനിക്കെൻ്റെ റിസൾട്ട് കിട്ടിയില്ലല്ലോ എന്ന നിരാശ ഉണ്ടാകാൻ പാടില്ല. എപ്പോഴാണ് നമുക്കതിൻ്റെ ആപ്റ്റായിട്ടുള്ള, നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ച വിഷയം, നമ്മളുടെ മകളുടെ വിവാഹമാകട്ടെ, മോൻ്റെ ജോലിയാവട്ടെ, കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങളാവട്ടെ, മക്കളുണ്ടാവാനുള്ള നീയത്താവട്ടെ, വീടുണ്ടാവാനുള്ള നീയത്താവട്ടെ, കടങ്ങൾ വീടാനുള്ള അള്ളാഹു ഒരു വഴി കാണിച്ചു തരാനുള്ളൊരു നീയത്താകട്ടെ, എന്തു നീയത്താണെങ്കിലും അത് എപ്പോഴാണോ നമ്മിലേക്ക് ലഭിക്കേണ്ടത് എന്നുള്ള കൃത്യമായ സമയം അത് അള്ളാഹുവിനറിയും. അള്ളാഹു അത് നൽകും. പ്രവാചകന്മാരൊക്കെ രോഗങ്ങളുണ്ടായിരുന്ന പ്രവാചകന്മാരുണ്ട് അമ്പിയാക്കളിൽ. അവരൊക്കെ രോഗം മാറിയത് എത്ര കാലം ദുആ ചെയ്തിട്ടാണ്. അതിനൊക്കെ ഒരു സമയമുണ്ട്. അതിൻ്റെ രഹസ്യം എന്താണെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ഇത്തരം രഹസ്യങ്ങളുടെ പിന്നാമ്പുറം തേടി പോകുമ്പോൾ അത് ചിലപ്പോൾ പല പ്രശ്നങ്ങളിലേക്ക് എത്തും. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, വസിറുൽ ഖദ്രി ലാ യഅരിഫുഹു ഇല്ലല്ലാഹു ലാ നബിയ്യിൻ വലാ മലക്കുൻ വലാ അഹദുൻ. ഇത്തരം വിഷയങ്ങളുടെ എന്തുകൊണ്ട് അവന് രോഗം കൊടുത്തു, എന്തുകൊണ്ട് അവന് നൽകിയില്ല, അവന് നിസ്കരിക്കാതെ നടന്നിട്ട് അവന് സമ്പത്തുണ്ടല്ലോ, ഇവൻ എന്തുകൊണ്ട് നിസ്കരിച്ച് നോമ്പനുഷ്ഠിച്ചാണ് സമ്പത്തില്ല. ഇത്തരം അള്ളാഹുവിൻ്റെ ഖദർ ഖലാഉമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം കൃത്യമായി
അത് ലാ യഅരിഫുഹു ഇല്ലല്ലാഹു ലാ നബിയ്യുൻ വലാ മലക്കുൻ വലാ അഹദുൻ, അതൊരാൾക്കും അറിയൂല, അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട് വിശ്വാസത്തോടുകൂടെ വളരെ ആത്മാർത്ഥമായി ചെയ്തവർ ഒരു ആവർത്തി കൂടെ ചെയ്യുക, ചെയ്യാത്തവർ ഇൻഷാ അല്ലാ ഒരു തവണയെങ്കിലും ചെയ്തു നോക്കുക. നമ്മുടെ നടക്കാത്ത ആ ആഗ്രഹം പൂവണിയാൻ, നടന്നു കിട്ടാൻ, ഒരു വീടെന്ന സ്വപ്നം പൂവണിയാൻ, ലക്ഷങ്ങൾ കോടിക്കണക്കിന് കടമുള്ള ആ കടത്തിൻ്റെ ബാധ്യത ഒന്ന് വീട്ടാനുള്ള വഴി അള്ളാഹു തുറന്നു തരാൻ വളരെ ആത്മാർത്ഥമായി ചെയ്യൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ മജ്ലിസിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന ശുദ്ധമായ തേന്, നമ്മുടെ അടുക്കൽ തേന്, ശുദ്ധമായ തേനെന്ന് പറഞ്ഞാൽ കർഷകരിൽ നിന്ന് നേരിട്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അവിടെ കണ്ട് ബോധ്യപ്പെട്ട്, എനിക്ക് ബോധ്യപ്പെട്ടു, ഞാൻ നേരിട്ട് എൻ്റെ ഈ കണ്ണുകളെ കൊണ്ട് അത് മായം ചേർക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ട് കണ്ടു മനസ്സിലാക്കിയ ശുദ്ധമായ തേന് നമ്മളിവിടെ നിന്ന് നൽകുന്നുണ്ട്. കുറേ ആളുകൾ അത് ചോദിക്കാറുണ്ട്. പലപ്പോഴും കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് കൊറിയർ അയക്കാൻ പറ്റാറില്ല, അതുകൊണ്ടാണ് പലതും അയക്കാത്തത്. ഇവിടെ വരുന്നവർക്ക് നമ്മളത് കൊടുക്കാറുണ്ട്. അത് ഏത് ഐറ്റം തേനുകളാണെങ്കിലും, അത് കാട്ടുതേനാണെങ്കിലും നാടൻ തേനാണെങ്കിലും ചെറുതേനാണെങ്കിലും ഏത് തേനും നമ്മൾ ശുദ്ധമായത് മാത്രം, അല്ലാത്തത് ഇവിടെ ഇല്ല, അത് മാത്രം നൽകുന്നുണ്ട്. ആവശ്യക്കാരത് ചോദിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തേനിൻ്റെ ഔഷധ വീര്യത്തെ, ഗുണത്തെ ഒരാളും നിഷേധിച്ചിട്ടില്ല. തേനിന് എല്ലാ രോഗങ്ങൾക്കും തേനിൽ ശിഫയുണ്ട് എന്ന് നമ്മെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്യാസിൻ്റെ പ്രോബ്ലംസ്, വയറു സംബന്ധമായ രോഗങ്ങൾ, ബുദ്ധിശക്തി കൂടാൻ, മക്കൾക്ക് കൊടുക്കാൻ തേനിൽ മന്ത്രിച്ച് കൊടുക്കുന്ന ഒരുപാട് ആത്മീയ പരിഹാരങ്ങളുണ്ട്. അതിനൊക്കെ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ശുദ്ധമായ തേനാണ്. വഴിയോരങ്ങളിൽ നിന്നും കടകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന തേന് അത് മിക്സ്ഡാണ്, അതിൽ മായം ചേർത്തതാണ്, അത് കളേർഡാണ്, കളറ് ചേർത്തതാണ്. അതിൽ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് സംസാരിക്കുകയുണ്ടായി. അയാളത് ഇതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഫെവിക്കോള് അതേപോലെയുള്ള ചില ശർക്കര ലായനിയൊക്കെ ഉപയോഗിച്ചതായിട്ട് അയാൾ കണ്ടെത്തി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള തേനുകളൊക്കെ വരുന്നുണ്ട്. ശുദ്ധമായ വിശ്വസിച്ച് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. 12,000 ബിസ്മിൽ അമൽ ചെയ്യുക. അല്ലാഹു നമുക്ക് നല്ല റിസൾട്ട് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.